ഓരോ മാസാവസാനവും പേഴ്സിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും നോക്കി ശരിക്കും പകച്ചുപോയ നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥ. ഓരോ മാസവും ഒരു വലിയ കയറിലൂടെ ബാലൻസ് ചെയ്ത് നടക്കുന്നതുപോലെയാണ് പലരുടെയും ജീവിതം മുന്നോട്ടു പോകുന്നത്. ഒരൊറ്റ അപ്രതീക്ഷിത ചിലവ് മുന്നിൽ വന്നാൽ മതി അതുവരെ നമ്മൾ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തതെല്ലാം തകർന്നു പോകാൻ. ശമ്പളം കിട്ടുന്ന ആ ദിവസം മനസ്സിൽ വലിയൊരു ആഘോഷമാണ് എങ്കിൽ കൂടിയും അടുത്ത 2 ദിവസം കഴിയുമ്പോഴേക്കും ആ പണം എങ്ങോട്ടോ അപ്രത്യക്ഷമാകുന്നു. ഈ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്ന ഒരു തെറ്റായ കാര്യമുണ്ട്. എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി പണം കയ്യിൽ വന്നിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. ആ ഒരു അദൃശ്യമായ വരുമാന പരിധി കടന്നാൽ പിന്നെ എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും മാറുമെന്നും ജീവിതം സുരക്ഷിതമാകുമെന്നും നമ്മൾ വെറുതെ മോഹിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു ചതിക്കുഴിയിൽ വീണുപോകുന്നത്. നമുക്ക് ചുറ്റുമുള്ള ഈ ആധുനിക ലോകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ നമ്മൾ സമ്പാദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് ചിലവഴിപ്പിക്കാൻ വേണ്ടിയാണ്. ആകർഷകമായ പരസ്യങ്ങൾ, നിങ്ങൾ ഇതർഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രലോഭനങ്ങൾ, വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ലോണുകൾ, ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഇതൊരു വലിയ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. ആ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാതെ അതിന്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് എത്ര പണം വന്നാലും നമ്മൾ എപ്പോഴും ഒരേ അവസ്ഥയിൽ തന്നെ തുടരുന്നത്. ചരിത്രത്തിലെ പ്രശസ്തനായ തന്ത്രജ്ഞൻ ചാണക്യൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ തകരുന്നത് അവൻ അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് തന്റെ കയ്യിലുള്ള അധികാരത്തെയും വിഭവങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിയാത്തതുകൊണ്ടാണ് എന്ന്. പണത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് ഏറ്റവും വലിയ സത്യം. വരുമാനമല്ല യഥാർത്ഥ ശക്തി, മറിച്ച് ആ വരുമാനത്തിന്മേൽ നിങ്ങൾക്കുള്ള നിയന്ത്രണമാണ് നിങ്ങളുടെ യഥാർത്ഥ കരുത്ത്. നിങ്ങളുടെ ശമ്പളം ചെറുതായതുകൊണ്ടല്ല നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നത്, മറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു തന്ത്രം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക കൂടുമ്പോഴല്ല നിങ്ങൾ സമ്പന്നനാകാൻ തുടങ്ങുന്നത്, മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയും പെരുമാറ്റവും മാറുന്ന നിമിഷം മുതലാണ് ആ മാറ്റം ആരംഭിക്കുന്നത്. പലരും ജീവിതകാലം മുഴുവൻ ഒരു വലിയ ശമ്പള വർധനവിനു വേണ്ടി കാത്തിരിക്കാറുണ്ട്. എന്നാൽ വരുമാനം കൂടുമ്പോഴും ജീവിതത്തിലെ സമ്മർദ്ദത്തിന് ഒരു മാറ്റവും ഉണ്ടാകാറില്ല. കാരണം പണം കൂടിയെങ്കിലും പണത്തോടുള്ള അവരുടെ സമീപനവും ശീലങ്ങളും പഴയപടി തന്നെയായിരിക്കും. നിങ്ങളുടെ വരുമാനത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്തി നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക ശീലങ്ങളെ വിശകലനം ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റങ്ങൾ ഉണ്ടാകൂ. ഈ തിരിച്ചറിവ് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥരാക്കിയേക്കാം. എന്നാൽ ആ അസ്വസ്ഥതയാണ് ഒരു പുതിയ തുടക്കത്തിന്റെ ലക്ഷണം. ചരിത്രത്തിന്റെ താളുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ഈ സത്യം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ലോകം കണ്ട ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ജോൺ ഡി റോക്ക്ഫെല്ലർ തന്റെ ജീവിതം കെട്ടിപ്പടുത്തത് വളരെ ചെറിയൊരു വരുമാനമുള്ള ഒരു സാധാരണ ബുക്ക് കീപ്പറായിട്ടായിരുന്നു. തികച്ചും സാധാരണമായ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. എന്നാൽ തന്റെ ആദ്യത്തെ ശമ്പളം കയ്യിൽ കിട്ടിയ ആ ദിവസം മുതൽ അദ്ദേഹം ഒരു നിയമം ജീവിതത്തിൽ കർശനമായി പാലിക്കാൻ തുടങ്ങി. മറ്റാർക്കൊക്കെ പണം കൊടുക്കുന്നതിനു മുൻപും ഒരു നിശ്ചിത തുക അദ്ദേഹം സ്വന്തം ഭാവിക്കായി മാറ്റി സൂക്ഷിച്ചു. എത്ര വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ ദിവസങ്ങളിൽ പോലും ആ ശീലം മുടക്കാൻ അദ്ദേഹം തയ്യാറായില്ല. തന്റെ ചോരയും നീരും ഒഴുക്കിയുണ്ടാക്കുന്ന അധ്വാനത്തിന്റെ ഒരു പങ്ക് മറ്റാരെക്കാളും മുൻപ് സ്വന്തം ഭാവിക്കാണ് ലഭിക്കേണ്ടതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ ഒരു ചെറിയ ശീലമാണ് പിന്നീട് അദ്ദേഹത്തെ ലോകം വണങ്ങുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനാക്കി മാറ്റിയത്. തുടക്കത്തിൽ ഈ ശീലം അദ്ദേഹത്തെ വലിയ സമ്പന്നനാക്കിയില്ല എങ്കിലും തന്റെ പണത്തിന്മേൽ ഒരു പൂർണ്ണ നിയന്ത്രണം നേടാൻ അദ്ദേഹത്തെ അത് പ്രാപ്തനാക്കി. എന്നാൽ സാധാരണക്കാരായ നമ്മൾ പലപ്പോഴും ഇതിന്റെ നേരെ വിപരീതമാണ് ചെയ്യാറുള്ളത്. ശമ്പളം അക്കൗണ്ടിൽ വന്ന ഉടനെ നമ്മൾ വീട്ടുവാടക കൊടുക്കുന്നു, കറണ്ട് ബില്ല് അടയ്ക്കുന്നു, ആവശ്യമില്ലാത്ത ഒട്ടനവധി സബ്സ്ക്രിപ്ഷനുകൾക്ക് വേണ്ടി പണം നൽകി തീർക്കുന്നു. അങ്ങനെ താൽക്കാലികമായ ആഡംബരങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി പണം മുഴുവൻ ചിലവഴിച്ച ശേഷം എന്തെങ്കിലും ബാക്കി വന്നാൽ മാത്രം നമ്മൾ സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിക്കും. ശരിക്കും ഇതൊരു കൃത്യമായ പ്ലാനിംഗ് അല്ല, മറിച്ച് ജീവിതത്തിനു മുന്നിൽ നമ്മൾ സ്വയം തോറ്റുകൊടുക്കുന്നതിന് തുല്യമാണ്. സാഹചര്യങ്ങൾക്ക് മുൻപിൽ വെറുതെ തലകുനിക്കുക മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ബുദ്ധിമാനായൊരു വ്യക്തി ഒരിക്കലും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒഴുകിപ്പോകില്ല. അയാൾ തന്റെ ഭാവിയെ മുൻകൂട്ടി കണ്ട് ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ നടത്തും. ഇവിടെയാണ് നമ്മൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തന്ത്രം പഠിക്കേണ്ടത്. മറ്റാർക്കെങ്കിലും കടം കൊടുക്കുന്നത് പോലെ അത്രയും വലിയ ഉത്തരവാദിത്തത്തോടെ ആദ്യം നിങ്ങൾക്ക് തന്നെ പണം നൽകുക. നമ്മൾ വീട്ടുവാടക കൊടുക്കാൻ വൈകിയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം.
അവിടെ ഒരു സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് നമ്മൾ അത് കൃത്യമായി ചെയ്യും. എന്നാൽ സ്വന്തം ഭാവിയുടെ കാര്യം വരുമ്പോൾ നമ്മൾ അതിനെ വളരെ നിസ്സാരമായി കാണുന്നു. അത് വേണമെങ്കിൽ ചെയ്യാം എന്നൊരു ഓപ്ഷൻ മാത്രമായി മാറുന്നു. ഓർക്കുക, നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടക്കാരൻ. ആ കടക്കാരനെ നിങ്ങൾ എത്രത്തോളം അവഗണിക്കുന്നുവോ അത്രയും വലിയ പിഴയായിരിക്കും ഭാവിയിൽ കണ്ണീരോടെ നിങ്ങൾ നൽകേണ്ടി വരിക. നമ്മുടെ ചുറ്റുമുള്ള പലരും എപ്പോഴും പറയാറുള്ള ഒരു സ്ഥിരം പരാതിയുണ്ട്: സമ്പാദിക്കാൻ മാത്രമുള്ള വലിയ പണമൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന്. എന്നാൽ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാകും, ഇതൊരു ന്യായമായ കാര്യമല്ല. മറിച്ച് നമ്മുടെ പരാജയങ്ങളെ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു വെറും ഒഴികഴിവ് മാത്രമാണ്. കാരണം നിങ്ങൾ എത്ര വലിയ തുക മാറ്റിവെക്കുന്നു എന്നതിലല്ല കാര്യമിരിക്കുന്നത്, മറിച്ച് ആ സമ്പാദിക്കുന്ന ശീലം നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം വളർത്തിയെടുക്കുന്നു എന്നതിലാണ്. നിങ്ങളുടെ മാസവരുമാനം വളരെ ചെറുതാണെങ്കിൽ പോലും അതിൽ നിന്ന് വളരെ ചെറിയൊരു തുക, അത് ചിലപ്പോൾ 500-1000 രൂപ മാത്രമായിരിക്കാം, മറ്റെല്ലാ ചിലവുകളിലേക്കും കടക്കുന്നതിനു മുൻപായി അടിയന്തിരമായി മാറ്റിവെക്കുക. ഈ ചെറിയ തുക കൊണ്ട് നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് മാറിമറിയും എന്നല്ല ഇതിനർത്ഥം. മറിച്ച് ഇത് നിങ്ങളുടെ മനസ്സിനെ മറ്റൊരു രീതിയിൽ പുതിയതായി ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക അച്ചടക്കം എന്നത് ജീവിതത്തിലെ സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാകുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് സാഹചര്യങ്ങൾ ഏറ്റവും മോശമായിരിക്കുമ്പോൾ സ്വന്തം ജീവിതം നിലനിർത്താൻ വേണ്ടി ചെയ്യേണ്ട ഒന്നാണെന്ന് നിങ്ങളുടെ മനസ്സ് തിരിച്ചറിയാൻ തുടങ്ങും. ജീവിതത്തിലെ വലിയ വിജയങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇത്തരം ചെറിയതും എന്നാൽ തുടർച്ചയായതുമായ നല്ല ശീലങ്ങളിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകനായ വാറൻ ബഫറ്റ് തന്റെ കൗമാരപ്രായത്തിൽ പത്രം വിറ്റ് ജീവിച്ചിരുന്ന ആ കാലത്ത് തന്നെ പണം വളരെ കൃത്യമായി സമ്പാദിക്കുമായിരുന്നു. വലിയ തുക കയ്യിൽ കിട്ടിയതുകൊണ്ടല്ല അദ്ദേഹം അത് ചെയ്തത്, മറിച്ച് ആ ചെറിയ പ്രായത്തിൽ തന്നെ സമ്പാദ്യത്തിന്റെ യഥാർത്ഥ മൂല്യം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. നമ്മളെ തന്നെ ബഹുമാനിക്കുന്നതിന്റെ ഒന്നാമത്തെ പടിയാണ് സ്വന്തം ഭാവിക്കായി പണം മാറ്റിവെക്കുക എന്നത്. എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ സമ്പാദിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ നിക്ഷേപിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞ് ഭാവിയെക്കുറിച്ച് വെറുതെ സ്വപ്നം കണ്ട് സമയം കളയുന്നവരോട് കാലം ഒരിക്കലും ക്ഷമിക്കില്ല. പരിമിതമായ വിഭവങ്ങൾ ഉള്ളപ്പോൾ പോലും കൃത്യമായ പ്ലാനോടെ പ്രവർത്തിക്കുന്നവർക്കാണ് യഥാർത്ഥ ജീവിത വിജയം ലഭിക്കുന്നത്. കാരണം പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ് ഭാവിയിലെ വലിയ സമ്പത്ത് ചോർന്നുപോകാതെ നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങൾക്കായി പണം മാറ്റിവെക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിൽ വളരെ നിശബ്ദമായ ഒരു വലിയ മാറ്റം സംഭവിക്കും. പണം എന്നത് വെറുതെ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സാധനമല്ല, മറിച്ച് നിങ്ങളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഈ ഒരു ചെറിയ മാനസിക മാറ്റമാണ് ഭാവിയിൽ വിജയിക്കാൻ പോകുന്നവരെയും എപ്പോഴും ഒരേ പരാജയത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നവരെയും തമ്മിൽ വേർതിരിക്കുന്നത്. നിങ്ങൾ ഇനി സാഹചര്യങ്ങൾ മാറാൻ വേണ്ടി വെറുതെ കാത്തിരിക്കില്ല, മറിച്ച് സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഒരു മികച്ച വഴി നിങ്ങൾ സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് ശാന്തമായി ചിന്തിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങൾ എങ്ങനെയുള്ളതാണ്? നിങ്ങൾ അതിനെ അവഗണിക്കുകയാണോ അതോ കൃത്യമായ ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടോ? ഈ ഒരു സ്വയം തിരിച്ചറിവാണ് നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ യഥാർത്ഥ ചുവടുവെപ്പ്. നിങ്ങൾ പണം കൃത്യമായ പ്ലാനോടെ മാറ്റിവെക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ ജീവിതം കുറച്ചുകൂടി ഇടുങ്ങിയതുപോലെയും ബുദ്ധിമുട്ടേറിയതുപോലെയും നിങ്ങൾക്ക് തോന്നിത്തുടങ്ങാം. പലരും ഈ ഒരു ഘട്ടത്തിൽ എത്തിപ്പെടുമ്പോൾ മനസ്സ് തകർന്ന് ഭയന്നു പോകാറുണ്ട്. ഞാൻ രാത്രി പകലാക്കി ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് എന്ന് അവർ സ്വയം ചോദിച്ചു പോകും. എന്നാൽ ശരിക്കും ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ മാറ്റത്തിന്റെ സമയം. ഇവിടെയാണ് നിങ്ങളുടെ മനസ്സിലെ വെറും ഭ്രമങ്ങളെല്ലാം തകർന്ന് കൺമുന്നിലെ കഠിനമായ യാഥാർത്ഥ്യം പുറത്തുവരുന്നത്. നിങ്ങളുടെ വരുമാനം കുറവായതുകൊണ്ടല്ല നിങ്ങൾ ഇന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നത്, മറിച്ച് നിങ്ങളുടെ യാതൊരുവിധ അനുവാദവുമില്ലാതെ നിങ്ങളുടെ പണം നിങ്ങളിൽ നിന്ന് ചോർന്നു പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ എന്റെ ചോരനീരാക്കിയ പണം മുഴുവൻ എങ്ങോട്ടാണ് പോയത് എന്നോർത്ത് കണ്ണീരോടെ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? അത് പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമാകുന്നതല്ല, മറിച്ച് അത് വളരെ നിശബ്ദമായി ചെറിയ ചെറിയ ചിലവുകളിലൂടെ നിങ്ങളിൽ നിന്ന് ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ ചോർച്ച എവിടെയാണെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതുവരെ നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ തന്ത്രം കടന്നുവരുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഓരോ രൂപയുടെയും കൃത്യമായ കണക്ക് ഒരു പേപ്പറിലെന്നോണം മനസ്സിൽ കുറിച്ച് സൂക്ഷിക്കുക. പലർക്കും പണത്തിന്റെ കുറവല്ല യഥാർത്ഥ പ്രശ്നം, മറിച്ച് പണം എങ്ങോട്ട് ഒഴുകിപ്പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാത്തതാണ്. ഉദാഹരണത്തിന്, ഒരു ദിവസം കഠിനമായ ജോലി കഴിഞ്ഞ് വളരെയധികം ക്ഷീണിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് വീട്ടിൽ പാചകം ചെയ്യേണ്ട, പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാമെന്ന്.
ആ ഒരു ഭക്ഷണത്തിന് ചിലപ്പോൾ 300 രൂപയേ ഉള്ളൂ എന്ന് നമ്മൾ ലളിതമായി കരുതും. എന്നാൽ അതിന്റെ കൂടെ വരുന്ന ഡെലിവറി ചാർജും മറ്റ് അദൃശ്യമായ ചിലവുകളും കൂട്ടുമ്പോൾ അത് വലിയൊരു തുകയായി മാറുന്നത് നമ്മൾ അറിയാറില്ല. ഇത് ആഴ്ചയിൽ പലതവണ ആവർത്തിക്കുമ്പോൾ മാസാവസാനം കണക്കുകൾ നോക്കുമ്പോൾ വലിയൊരു തുക വെറും ഭക്ഷണത്തിനു വേണ്ടി മാത്രം ചിലവഴിച്ചതായി കാണാം. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന തുകയും യഥാർത്ഥത്തിൽ അക്കൗണ്ടിൽ നിന്ന് ചിലവാകുന്ന തുകയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിലാണ് നിങ്ങളുടെ വിയർപ്പിന്റെ വിലയായ സമ്പത്ത് ചോർന്നുപോകുന്നത്. ഇത് വെറും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ദിവസവുമുള്ള ചായ കുടി, ആവശ്യമില്ലാത്ത ഒട്ടനവധി ചെറിയ സാധനങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ടൽ, ഇതൊക്കെ ഈ ഒരു കെണിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. വാങ്ങുന്ന ആ നിമിഷത്തിൽ ഇതൊന്നും ഒരു വലിയ കാര്യമായി നമ്മുടെ മനസ്സിന് തോന്നില്ല. എന്നാൽ ഇത്തരം ചെറിയ ചെറിയ ചിലവുകളാണ് മാസാവസാനം നിങ്ങളെ ഒരു വലിയ കടക്കാരനാക്കി മാറ്റുന്നത്. നിങ്ങളുടെ സമ്പത്ത് ഒറ്റയടിക്ക് ആരും വന്ന് തട്ടിയെടുക്കുന്നതല്ല, മറിച്ച് ഇത്തരം നൂറുകണക്കിന് ചെറിയ ചിലവുകളിലൂടെ അത് പതിയെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തിലെ വലിയ ബാങ്കിംഗ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവരെല്ലാം തങ്ങളുടെ പണത്തിന്റെ ചെറിയ ചലനങ്ങൾ പോലും കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. അവർ പിശുക്കന്മാർ ആയതുകൊണ്ടല്ല അത് ചെയ്തത്, മറിച്ച് അവർക്ക് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യമുണ്ടായിരുന്നു. ആ വലിയ ബോധ്യമാണ് പിന്നീട് കോടികളുടെ നിക്ഷേപങ്ങൾ നടത്താൻ അവർക്ക് ജീവിതത്തിൽ കരുത്ത് നൽകിയത്. നിങ്ങളുടെ വരുമാനവും ചിലവുകളും കൃത്യമായി കുറിച്ചുവെക്കാൻ വലിയ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളോ ആപ്പുകളോ ഒന്നും തന്നെ ആവശ്യമില്ല. വെറുമൊരു ചെറിയ ഡയറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലെ നോട്ട്സ് ആപ്പോ മാത്രം ഇതിനായി ഉപയോഗിച്ചാൽ മതിയാകും. എന്നാൽ ചെയ്യുന്ന കാര്യം പൂർണ്ണമായ മനസ്സോടെയും കൃത്യതയോടെയും ആയിരിക്കണം എന്നു മാത്രം. കാരണം ആ കണക്കുകൾ നിങ്ങളുടെ കൺമുന്നിൽ കൃത്യമായി തെളിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും നിങ്ങളോട് തന്നെ കള്ളം പറയാൻ കഴിയില്ല. ഞാൻ അത്രയൊന്നും വെറുതെ ചിലവാക്കാറില്ല എന്ന് പറഞ്ഞ് സ്വന്തം മനസ്സിനെ ചതിക്കാൻ നിങ്ങൾക്ക് പിന്നീട് സാധിക്കില്ല. കാരണം സംഖ്യകൾക്ക് ഒരിക്കലും വികാരങ്ങളില്ല. അവ നിങ്ങളുടെ യഥാർത്ഥ ജീവിതശൈലിയെയും പെരുമാറ്റത്തെയും യാതൊരു മറയുമില്ലാതെ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും. ഈയൊരു തിരിച്ചറിവ് തരുന്ന ചെറിയൊരു മാനസിക അസ്വസ്ഥതയിൽ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ സാമ്പത്തിക അച്ചടക്കം ജനിക്കുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ 20കളിൽ നിൽക്കുന്നയാളാണെങ്കിലും അതല്ല 40കളിൽ എത്തി നിൽക്കുന്നയാളാണെങ്കിലും ഈയൊരു പരമമായ സത്യം ഒന്നുതന്നെയാണ്. നിങ്ങൾ സാമ്പത്തികമായി പാപ്പരായ ഒരു വ്യക്തിയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇതുവരെ വേണ്ടത്ര ശ്രദ്ധാലുവായിരുന്നില്ല എന്ന് മാത്രം. ഇനി നമുക്ക് ജീവിതം മാറ്റിമറിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട തന്ത്രത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ പോലും എപ്പോഴും തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യനെപ്പോലെ ജീവിക്കാൻ ശീലിക്കുക. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ ആഡംബരങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു വിചിത്രമായ ലോകത്താണ്. യഥാർത്ഥ പണക്കാരനായി ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇന്ന് താൽപ്പര്യം താൻ വലിയൊരു പണക്കാരനാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. ഇടത്തരക്കാരായ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ചിലവഴിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ ഈ ഒരു കപടമായ പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടിയാണ്. എന്നാൽ നിങ്ങളുടെ വരുമാനത്തിലും താഴെയുള്ള വളരെ ലളിതമായ ഒരു ജീവിതശൈലി നിങ്ങൾ സ്വയം തെരഞ്ഞെടുക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു സുരക്ഷിതത്വവും സമാധാനവും നൽകും. ആ ഒരു വലിയ സുരക്ഷിതത്വമാണ് ഭാവിയിൽ ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ ഒട്ടും ഭയമില്ലാതെ എടുക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നത്. നിങ്ങളുടെ സാമ്പത്തിക കരുത്ത് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് നടക്കേണ്ട ഒരാവശ്യവുമില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിശബ്ദമായി വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. 10 വർഷം പഴക്കമുള്ള ഒരു സാധാരണ വണ്ടി ഉപയോഗിക്കുന്ന, യാതൊരുവിധ കടബാധ്യതകളുമില്ലാത്ത, കൃത്യമായി പണം നിക്ഷേപിക്കുന്ന ഒരു സാധാരണക്കാരന് മാസാവസാനം വരാൻ പോകുന്ന ശമ്പളത്തിനായി നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന ലക്ഷറി കാറുടമയേക്കാൾ കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. ഇതിൽ ആദ്യത്തെ വ്യക്തി തന്റെ ജീവിതത്തിൽ പൂർണ്ണ സ്വതന്ത്രനാണ്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി താൻ കെട്ടിപ്പടുത്ത ആഡംബര ജീവിതത്തിന്റെ തടവുകാരൻ മാത്രമാണ്. ഒരേ വരുമാനമുള്ള രണ്ടുപേർ 2 വ്യത്യസ്ത രീതികളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ വ്യത്യാസം നിങ്ങളൊന്ന് നോക്കുക. ഒരാൾ വരും വരായികകളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ തന്റെ സൗകര്യങ്ങളെല്ലാം അനാവശ്യമായി കൂട്ടുമ്പോൾ മറ്റേയാൾ വളരെ ലളിതമായി ജീവിച്ച് തന്റെ പണം കൃത്യമായ വഴികളിൽ നിക്ഷേപിക്കുന്നു. കുറച്ചു വർഷങ്ങൾ മാത്രം കടന്നുപോകുമ്പോൾ ഇവർ തമ്മിലുള്ള സാമ്പത്തികമായ വ്യത്യാസം ഭാവനയിൽ കാണാൻ കഴിയുന്നതിലും വലുതായിരിക്കും. ഇതിനെയാണ് നമ്മൾ നിശബ്ദമായ ജീവിതശൈലി എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ താൽക്കാലികമായ ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും ബുദ്ധിപൂർവം നിയന്ത്രിച്ചുകൊണ്ട് ഭാവിക്കായി വലിയൊരു സുരക്ഷിത അടിത്തറ നിർമ്മിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ജീവിതത്തിൽ വെറുതെ പണം മാത്രം ലാഭിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല.
കേവലം ഒരു അതിജീവനം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മറിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് കൃത്യമായി വളർത്തിയെടുക്കുക എന്നതുകൂടിയാണ്. നമ്മുടെ സാമ്പത്തിക ചോർച്ചകളെല്ലാം പൂർണ്ണമായി അടച്ച് കയ്യിൽ കുറച്ചു പണം മിച്ചം വന്നു തുടങ്ങുമ്പോൾ നമ്മൾ അടുത്തതായി ചിന്തിക്കേണ്ടത് എങ്ങനെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ്. അതിനായി നിങ്ങൾ ദിവസം മുഴുവൻ ഉറക്കമില്ലാതെ കഠിനമായി കഷ്ടപ്പെടണം എന്നല്ല ഇതിനർത്ഥം. അത് നിങ്ങളെ ശാരീരികമായും മാനസികമായും കൂടുതൽ തളർത്തുകയുള്ളൂ. ഇവിടെ കഠിനാധ്വാനമല്ല, മറിച്ച് വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് ആവശ്യം. വലിയ ബഹളങ്ങളൊന്നുമില്ലാത്ത എന്നാൽ കൃത്യമായി വരുമാനം തരുന്ന ചെറിയ ചെറിയ നിശബ്ദമായ വഴികൾ കണ്ടെത്തുക. നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഫ്രീലാൻസ് ജോലികൾ, ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുക. തുടക്കത്തിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന തുക വളരെ ചെറുതായിരിക്കാം. എന്നാൽ കാലം മുന്നോട്ട് കടന്നുപോകുമ്പോൾ ഈ ചെറിയ തുകകൾ വലിയൊരു സമ്പത്തായി മാറി നിങ്ങളുടെ മുന്നിലെത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായി മാറ്റും എന്നതാണ്. നിങ്ങൾ വെറും ഒരു മാസശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നൊരു പാവമല്ല എന്ന വലിയൊരു ബോധ്യം അപ്പോൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റ് ഓപ്ഷനുകൾ ഉണ്ടെന്ന തിരിച്ചറിവ് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ആത്മവിശ്വാസം നൽകും. പണം കയ്യിൽ വന്നു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടമെന്തെന്നാൽ അത് പെട്ടെന്ന് ചിലവഴിക്കാനുള്ള ഒരു വലിയ പ്രലോഭനം മനസ്സിലുണ്ടാകും എന്നതാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് എനിക്കിത് വാങ്ങാൻ പൂർണ്ണ അവകാശമുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ മന്ത്രിക്കും. ഈയൊരു താൽക്കാലിക ചിന്ത നിങ്ങളുടെ മാസങ്ങളായുള്ള കഠിനമായ അധ്വാനത്തെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കും. അതുകൊണ്ട് നമ്മൾ പറയാൻ പോകുന്ന അടുത്ത തന്ത്രം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ സമ്പാദ്യത്തെ നിങ്ങളുടെ കൈകൾക്ക് എളുപ്പത്തിൽ എത്താദൂരത്ത് സൂക്ഷിക്കുക. മനുഷ്യന്റെ സാമ്പത്തിക അച്ചടക്കം എപ്പോഴും വളരെ ദുർബലമാണ്. എന്നാൽ നമ്മൾ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഒരിക്കലും തകരില്ല. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് കൂടുതൽ സ്വയം നിയന്ത്രണം വേണമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മുടെ പണവും നമ്മുടെ പെട്ടെന്നുള്ള ആഗ്രഹങ്ങളും തമ്മിൽ വലിയൊരു അകലം പാലിക്കുക എന്നതാണ്. പണം വളരെ എളുപ്പത്തിൽ കൈയെത്താവുന്ന ദൂരത്തുണ്ടെങ്കിൽ അത് ചിലവഴിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു രാത്രിയിലെ പെട്ടെന്നുള്ളൊരു വികാരത്തിന്റെ പുറത്തെടുക്കുന്ന ചെറിയൊരു തെറ്റായ തീരുമാനം മതി നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും എന്നേക്കുമായി ഇല്ലാതാക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ പ്രധാന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേറിട്ട് എളുപ്പത്തിൽ പണം പിൻവലിക്കാൻ പറ്റാത്ത മറ്റൊരു സുരക്ഷിതമായ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ സമ്പാദ്യം മാറ്റുക. അത് നിങ്ങളുടെ കണ്ണിൽ പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ അതിനെക്കുറിച്ച് പൂർണ്ണമായി മറന്നുപോകും. യഥാർത്ഥ സമ്പത്ത് എന്നത് ഒരിക്കലും ബഹളമയമായ ഒന്നല്ല. വില കൂടിയ വസ്ത്രങ്ങളോ വലിയ വണ്ടികളോ വലിയ ആഡംബര യാത്രകളോ മാത്രമല്ല സമ്പത്തിന്റെ യഥാർത്ഥ ലക്ഷണം. അവയൊക്കെ കേവലം ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമാണ്. അത്തരം പ്രകടനങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധ താൽക്കാലികമായി ആകർഷിക്കും. എങ്കിലും ആ ശ്രദ്ധ പിന്നീട് നിങ്ങളിൽ വലിയൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് ജീവിതത്തിൽ പല തെറ്റായ തീരുമാനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. യഥാർത്ഥ സമ്പന്നർ എപ്പോഴും ഉള്ളുകൊണ്ട് തികച്ചും നിശബ്ദരായിരിക്കും. അവരുടെ സാമ്പത്തിക സ്ഥിതി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ഒരിക്കലും ശ്രമിക്കാറില്ല. ലോകത്തിലെ ഒരു ആഡംബര മത്സരങ്ങളിലും അവർ പങ്കെടുക്കാറില്ല. അവർ വളരെ നിശബ്ദമായി തങ്ങളുടെ പണം കൃത്യമായ വഴിയിലൂടെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ വരുമ്പോൾ ഒട്ടും പകച്ചുപോകാതിരിക്കുക. സ്വന്തം സമയത്തെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം ഉപയോഗിക്കാൻ സാധിക്കുക. കടങ്ങളില്ലാതെ രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുക. ഇതാണ് ജീവിതത്തിലെ യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറ്റവും നല്ല വഴി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക എന്നതാണ്. കാരണം മനുഷ്യന്റെ താൽപ്പര്യങ്ങളും അച്ചടക്കവും എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. ജീവിതത്തിൽ പല തിരക്കുകളും അപ്രതീക്ഷിത പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ഈ നല്ല ശീലങ്ങൾ മറന്നുപോയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം അക്കൗണ്ടിൽ വരുന്ന ദിവസം തന്നെ നിക്ഷേപങ്ങളിലേക്കും സമ്പാദ്യത്തിലേക്കുമുള്ള തുക തനിയെ മാറിപ്പോകുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ സിസ്റ്റം തയ്യാറാക്കുക. നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ അപ്പോൾ എന്തുതന്നെയായാലും ആ സിസ്റ്റം കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പണത്തെക്കുറിച്ച് നിങ്ങൾ എത്ര കുറച്ച് ചിന്തിക്കുന്നുവോ അത്രയും കൃത്യമായി അത് നിശബ്ദമായി വളർന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വലിയൊരു സമ്പത്ത് കെട്ടിപ്പടുക്കാൻ വലിയൊരു വരുമാനം വേണമെന്നില്ല. മറിച്ച് നിങ്ങളുടെ പെരുമാറ്റത്തിലും ശീലങ്ങളിലും കൃത്യമായൊരു അച്ചടക്കമുണ്ടായാൽ മാത്രം മതിയാകും. മറ്റുള്ളവർ പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി ഭ്രാന്തമായി നെട്ടോട്ടമോടുമ്പോൾ നിങ്ങൾ വളരെ നിശബ്ദമായി ഭാവിക്കായി ഒരു വലിയ സുരക്ഷിത സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വരുമാനം ചെറുതാണെങ്കിൽ പോലും അതിൽ ഒട്ടും വിഷമിക്കേണ്ടതില്ല. കാരണം അവിടെയാണ് നിങ്ങളുടെ തന്ത്രങ്ങൾക്ക് കൂടുതൽ മൂല്യമുള്ളത്.
ഈയൊരു ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. മനുഷ്യ മനസ്സിന്റെയും പണത്തിന്റെയും പിന്നിലെ ഇത്തരം ആഴത്തിലുള്ള തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ ഈയൊരു നല്ല പാതയിൽ ഇനിയും മുന്നോട്ടു പോവുക. ഭൂരിഭാഗം ആളുകളും ഇതൊരു സാധാരണ കഥയായി കേട്ട് വെറുതെ മറന്നുപോകും. എന്നാൽ വളരെ കുറച്ചുപേർ മാത്രം ഇത് ജീവിതത്തിൽ പകർത്തി വലിയ വിജയം നേടും. നിങ്ങൾ ഏത് കൂട്ടത്തിലായിരിക്കണമെന്ന് നിങ്ങളാണ് ഇപ്പോൾ തീരുമാനിക്കേണ്ടത്.